ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരുടെ ഓണമൊക്കെ കഴിഞ്ഞോ? അതാ നമ്മളുടെ ഓണം കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ഇന്നൊരു ഓണ സെലിബ്രേഷൻ ഉണ്ട്. വേറെ ആരുടെ അല്ല, നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ഓണ സെലിബ്രേഷൻ. അപ്പൊ ഇതൊരു കടലിന്റെ തീരത്തുള്ള റിസോർട്ടിലായിരുന്നു കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ പുറകിൽ തന്നെ കടലും ആ ഒരു വ്യൂവും, അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സുന്ദരന്മാരായിട്ട് എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്കത് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു, എല്ലാവരും കൂടി ഉള്ളത് തന്നെ. പിന്നെ നമ്മുടെ കൂട്ടത്തിലെ രതീഷ് ചേട്ടൻ്റെയും രേവതിയുടെയും കുട്ടിയുടെ, നമ്മുടെ മണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഗെയിംസ് കളികൾ, അതാണല്ലോ മെയിൻ. അതിലോട്ട് കടന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒത്തിരി കളികൾ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മിഠായി പെറുക്കൽ, അതേപോലെ നാരങ്ങ സ്പൂണ്, സൂചിയിൽ നൂല് കോർക്കൽ, ചാക്കിലോട്ടം, വടം വലി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂളൊക്കെ കോളേജൊക്കെ ഓർത്തു പോയി. കാരണം അന്നായിരുന്നു ഇതൊക്കെ കളിച്ചിട്ടുണ്ടായി. പിന്നെ ഇതൊക്കെ മറന്നു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഓണം ആകും, സദ്യ കഴിക്കും, അത്ര തന്നെ. പക്ഷെ ഇപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിൻ്റെ പുറകിൽ. ഇപ്പോൾ ഈ റിസോർട്ട് നോക്കിയെടുക്കാനാണെങ്കിലും, പിന്നെ അതിന് പുറകെ സദ്യ, പൂക്കളം, ഈ സെറ്റിങ്സ്, അലങ്കാരങ്ങൾ എല്ലാം അവരുടെ ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് എല്ലാം നല്ല അടിപൊളിയായെന്ന് വേണം പറയാൻ കേട്ടോ. നമ്മൾ കുറച്ച് ഗെയിംസ് കളിച്ചിട്ട് പിന്നെ ഉടനെ സദ്യയിലോട്ട് ഇരുന്നിട്ടോ. കാരണം അപ്പം തന്നെ ഉച്ച ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പോഴും ഉള്ള പരിപാടി വേറൊന്നുമല്ല, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. അതില്ലാതെ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ അതാണ് നമ്മളെ മുഖ്യം എവിടെ പോയാലും. പിന്നെ ചെണ്ടമേളം, അത് പറയാതിരിക്കാൻ വയ്യ. ചേട്ടന്മാരുടെ ചെണ്ടമേളം നമ്മൾ അതിനകത്ത് കുറേ നേരം തുള്ളി. പിന്നെതാണെങ്കിൽ പിന്നെയും കളിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ. ചാക്കിലോട്ടും ഉണ്ടായിരുന്നു. പിന്നെ വടംവലി, പെണ്ണുങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ വടംവലി. പക്ഷെ ഞാനത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിലും നമ്മുടെ കലം തല്ലല്, ശരിക്കും ആ ഒരു പഴമേനെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ഓണ സെലിബ്രേഷൻ. പിന്നെ നമ്മൾ ആ ചെണ്ട മേളത്തിൻ്റെ ഒപ്പം കിടന്ന് കുറേ തുള്ളി, എന്താ പറയുക, മതി മറന്ന് ആഘോഷിച്ചെന്ന് വേണം പറയാൻ. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. കൂടെ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഇതും കൂടി ആയപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്.